മാസം തോറും നൽകിയിട്ടുള്ള പ്രതിഫലം അത് അഴിമതിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രചാരണങ്ങളും തുടർന്ന് ഈ കേസ് എടുക്കുന്ന സ്ഥിതിയും അന്വേഷണം നടത്തുന്ന SFIO അന്വേഷണം നടത്തുന്ന സ്ഥിതിയും എല്ലാം ഉണ്ടായത് നിങ്ങൾക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ട് സഖാവ് പിണറായിയുടെ മകൾ വീണ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു പോരുകയായിരുന്നു. അവർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരായി അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം വിശദമായി മറുപടി നൽകുകയുണ്ടായി. അപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ അന്വേഷണത്തിനോട് സഹകരിക്കുന്ന വീണ വിജയൻ്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഇത്രയധികം തിരുവനന്തപുരത്തും മറ്റ് കേന്ദ്രങ്ങളിലും ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗൂഢമായ രാഷ്ട്രീയം ഞങ്ങൾ തുറന്നു കാണിക്കും. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതും നിങ്ങൾ വേണ്ടത്ര ഓർമ്മിക്കുന്നുണ്ടോ എന്ന് സംശയമുള്ളതുമായൊരു കാര്യമുണ്ട്. CMRന്റെ അവിടെ അവരിൽ നിന്നും കിട്ടിയ വസ്തുതകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ വെളിപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ എന്തെങ്കിലും സേവനം വീണ വിജയൻ CMRൽ നൽകിയതുപോലുള്ള എന്തെങ്കിലും സേവനം നൽകാതെ വൻ തുകകൾ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖർ പലരും കൈപ്പറ്റിയിട്ടുണ്ട്. അങ്ങനെ കൈപ്പറ്റിയ കൂട്ടത്തിൽപ്പെടുന്ന 2 പ്രമുഖ നേതാക്കന്മാർ ഇപ്പോൾ കേരളത്തിലെ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരാണ്. 2 പേരെങ്കിലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം, അത് കൂടുതലുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമായി അന്വേഷിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ അതാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഈ നീക്കത്തിലൂടെ CPIMനെയോ പിണറായി വിജയനെയോ ബുദ്ധിമുട്ടിക്കാം, ഭയപ്പെടുത്താം എന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് CPIMനെയോ പിണറായി വിജയനെയോ അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭീകരമായ മർദ്ദനത്തിന് വിധേയനായിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അപ്പോൾ MLA ആണ്, ചെറുപ്പക്കാരനായ MLA ആണ്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പല ദുരാരോപണങ്ങളും, വിദേശ ചാരന്മാരാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPIMനെ വേട്ടയാടാൻ കോൺഗ്രസ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥയും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഇപ്പോൾ നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഭീഷണിപ്പെടുത്തി പാർട്ടികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കറിയാം, മുഖ്യമന്ത്രിയായിരുന്ന ആം ആദ്മി പാർട്ടി നേതാവ് കേജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രി സിസോദിയെയും പിടിച്ച് ജയിലിലിട്ടു ദീർഘകാലം. ഇപ്പോൾ വിചാരണ കോടതി ആ കേസ് തള്ളിയിരിക്കുകയാണ്, അവരെ എക്സോണറേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിൻ്റെ പേരിലാണോ അവരെ പിടിച്ച് ജയിലിലിട്ടത് അതിനടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പിന്നെ പാർട്ടികളെ വിലയ്ക്ക് വാങ്ങുകയും പിളർക്കുകയും ഒക്കെ ചെയ്യുന്ന BJPയുടെ നയങ്ങളെക്കുറിച്ച് അറിഞ്ഞു, ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ കോൺഗ്രസും UDFും എന്തുകൊണ്ട് പിണറായിയെ മാത്രം തൊടുന്നില്ല എന്നുള്ള തരത്തിൽ വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാർ. ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുമ്പോൾ അവർ സംതൃപ്തരായിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ. അല്ല, കോൺഗ്രസിൻ്റെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാത്ത പ്രമുഖ നേതാക്കന്മാരാരുമില്ല. പിന്നെ കേരളത്തിലുള്ള നേതാക്കന്മാരുടെ കാര്യം പറയണ്ടല്ലോ. ഞാനീ പറഞ്ഞതാണ്, UDFന് ഇതിൽ സന്തോഷമുണ്ടോ എന്നുള്ള ചോദ്യമാണ്, ചോദ്യചിഹ്നമാണ് ട്വീറ്റിലുള്ളത്. അക്കാര്യം എനിക്കറിയാം, പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എഴുതാം. ഈ അന്വേഷണം നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾക്കെതിരെയാണ്. പിന്നെ എന്തുകൊണ്ട് പാർട്ടി പിണറായി വിജയനെതിരെയല്ല നേരിട്ട്, പിന്നെ എന്തുകൊണ്ട് പാർട്ടി പ്രതിരോധിക്കുന്നു? അല്ല, ഇത് പിണറായി വിജയൻ്റെ മകളെ ലക്ഷ്യം വെക്കുന്നത്
പിണറായി വിജയൻ്റെ മകൾ അവർക്കൊരു പ്രശ്നമായതുകൊണ്ടാണ്. പിണറായി വിജയൻ ലക്ഷ്യം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. മുമ്പ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ സമാനമായ റെയ്ഡ് നടന്നിരുന്നപ്പോൾ ഇത്തരത്തിലൊരു പ്രതിരോധം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. രണ്ടുപേർക്ക് രണ്ട് നീതിയാണ്. ഗിരീഷ് കോടിയേരിക്ക് ഒരു നീതിയും വീണാ വിജയന് മറ്റൊരു നീതിയാണ്. അല്ല, ആ സമയത്തും സഖാവ് പിണറായി വിജയൻ്റെ മകനെ സഖാവ് കോടിയേരിയുടെ മകനെ സഖാവ് കോടിയേരി ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നടപടിയെടുക്കുന്നതിനായിരുന്നു പാർട്ടിയുടെ ബോധ്യം. അപ്പോൾ ആ സമയത്ത് പാർട്ടി കോടിയേരിയും ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് അത് അത്തരത്തിൽ കൈകാര്യം ചെയ്യട്ടെ എന്ന് തീരുമാനമെടുക്കും. ഇപ്പോൾ സഖാവെ, പക്ഷേ കോടിയേരിയുടെ മക്കൾക്കെതിരായ ആരോപണം വന്നപ്പോൾ അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് മക്കളെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. അല്ല, അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എടുത്ത കാര്യം ഇത് പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ആ വിലയിരുത്തലാണെന്നുണ്ടായിരുന്നത്. ഇപ്പോൾ വീണാ വിജയനെതിരായിട്ടുള്ള ഈ നീക്കം ആരോപണം എന്താണ്? അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. ആരോപണം അവിടെ ആ സ്ഥാപനത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫഷണലായിട്ട് നൽകുന്ന സർവീസിനുള്ള മാസം തോറുമുള്ള നിശ്ചിതമായിട്ടൊരു തുകയാണ്. ഒരു കമ്പനിയിൽ റീറ്റേണറായിട്ടൊരു വക്കീലിനെ വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ഔഷധ ബന്ധമുണ്ടെന്നുണ്ടോ? ആ കമ്പനിയിൽ നിന്ന് വക്കീലിൻ്റെ റീറ്റെയിനർ ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നമുണ്ട്. നിങ്ങളാരെങ്കിലും ഒരു കമ്പനിയുടെ പബ്ലിക് റിലേഷൻ്റെ ചുമതല കൂടെ വഹിക്കുന്നു മാധ്യമപ്രവർത്തനം നടത്തുന്നതിനിടയ്ക്ക്, അതിന് ആ പബ്ലിക് റിലേഷൻസ് പ്രവർത്തനം നിങ്ങൾ നടത്തുന്നതിന് നിങ്ങൾക്കൊരു പ്രതിഫലം കിട്ടിയാൽ അതിനകത്ത് വേറെ എന്തെങ്കിലും അതിൻ്റെ മറ്റു മെറിറ്റിലേക്ക് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട. അതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്, നിർമ്മിത ബുദ്ധിയുടെ കാലമല്ലേ ഇത്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെയാണ് വീണാ വിജയനെ ഇത്ര ചെറിയ സർവീസിന് വലിയ തുക കൊടുത്ത് ഈ സേവനം നൽകിയത് എന്ന് തന്നെയാണ് ഏജൻസിയും അല്ലെങ്കിൽ ഇതിലെ പരാതിക്കാരനും ആരോപിക്കുന്നത്. പരാതിക്കാരി പറയാനുള്ളതാണ്. എന്തായാലും അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ CMRL തന്നെയാണ് ഇതിനകത്ത് വേറൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചതെന്നുള്ളത് നിങ്ങൾക്കറിയാം. വലിയ തുകകൾ കൈപ്പറ്റിയ അത് കോഴയായിട്ടല്ലാതെ മറ്റെന്തെങ്കിലും സേവനം കൊടുത്തിട്ടാണോ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെൻറ്റിലെ മന്ത്രിസഭയിൽ ഇരിക്കുന്നവർ ഈ CMRLന് എന്ത് സേവനം നൽകിയതിൻ്റെ പേരിലാണ് വലിയ തുകകൾ വാങ്ങിയത്? 2 മന്ത്രിമാരെങ്കിലും. അപ്പോൾ അതാണ് ഗൗരവമായിട്ട് ആലോചിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാടനുസരിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ EDയും CBIയും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്നു. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ പിണറായി വിജയന്റെ നടത്തിയ റെയ്ഡിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്നാവശ്യപ്പെട്ടു. അല്ല, രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ നടത്തിയ അഭിപ്രായ പ്രകടനം ഇതിനകം വന്നു കഴിഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇതിനകം വന്നു കഴിഞ്ഞു. പുതിയ സംഭവവികാസത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് വ്യത്യസ്തമായ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ചോദ്യം, അതിനകത്തൊരു വ്യക്തത വരുത്താനാണ്. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ പറയുന്നത്? വീണാ വിജയൻ ഇത് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കും. പിണറായിയും പാർട്ടിയുമാണ് ഇതിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയും രാഷ്ട്രീയമായിട്ട് പിണറായി വിജയനെയും പാർട്ടിയും പ്രതിരോധിക്കാനും പിണറായി വിജയൻ്റെ മകളായിപ്പോയി എന്നതിൻ്റെ പേരിൽ വീണാ വിജയനെതിരായിട്ട് നടക്കുന്ന ഈ ആക്രമണം കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് അല്ല, അതിലേക്ക് രാഷ്ട്രീയമായിട്ട് ഈ കേസ് കേന്ദ്ര ഗവൺമെൻറ് CPIMനെയും അതിൻ്റെ നേതൃത്വത്തെയും ആക്രമിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ അത്തരത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അതെ, ഓക്കെ. അവിടെ കണ്ണൂരിൽ പിണറായി വിജയന്റെ വീടിന് പുറത്ത് പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടാകുന്നു പാർട്ടിക്കാരുടെ അതറിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഒരു മീറ്റിംഗിലേക്ക് പോകണം. എനിക്ക് ആലോചിക്കട്ടെ, ഞങ്ങൾ ബാക്കി ഞാനിങ്ങോട്ട് പാർട്ടി ഹൗസിലേക്ക് വന്നതല്ലേ ഉള്ളൂ. ഓക്കെ.